ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒമാനിലെത്തി. സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവയ്ക്കും. ശൈത്യകാല സമ്മേളനം നടക്കുന്ന പാർലമെന്റിൽ റോസ്കാർ ആജീവിക മിഷൻ ബില്ലിന്മേലുള്ള ചർച്ചയ്ക്ക് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് ലോക്സഭയിൽ മറുപടി നൽകും. കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി വീട് തോറുമുള്ള വിവരശേഖരണം ഇന്ന് അവസാനിക്കും. വായു മലിനീകരണത്തിന്റെ പശ്ചാത്തലത്തിൽ ഡൽഹിയിൽ ഇന്നു മുതൽ കർശന നിയന്ത്രണം. മലിനീകരണ നിയന്ത്രണ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത വാഹനങ്ങൾക്ക് പെട്രോൾ പമ്പുകളിൽ നിന്ന് ഇന്ധനം നൽകില്ല. സാമുദായിക ഐക്യവും ദേശീയോദ്ഗ്രഥനവും പ്രോത്സാഹിപ്പിക്കുക എന്ന പ്രമേയത്തിലൂന്നി ഇന്ന് ന്യൂനപക്ഷ അവകാശ ദിനം. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2020 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം നാളെ അഹമ്മദാബാദിൽ. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ ഭാഗമായി ജോർദാൻ, എത്യോപ്യ എന്നിവിടങ്ങളിലെ സന്ദർശനങ്ങൾ പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസത്തെ ഒമാൻ സന്ദർശനത്തിനായി ഇന്നലെ വൈകുന്നേരം മസ്കറ്റിൽ എത്തി. വിശദാംശങ്ങളിലേക്ക്. മസ്കറ്റ് വിമാനത്താവളത്തിൽ ഒമാന്റെ പ്രതിരോധകാര്യ ഉപപ്രധാനമന്ത്രി സയ്യിദ് ഷിഹാബ് ബിൻ താരിഖ് അൽ സെയ്ദ് പ്രധാനമന്ത്രിക്ക് ഊഷ്മള വരവേൽപ്പാണ് നൽകിയത്. വിവിധ മേഖലകളിൽ ഇന്ത്യ ഒമാൻ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചും നയതന്ത്ര പങ്കാളിത്തം മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ചും ഇരു നേതാക്കളും ചർച്ചകൾ നടത്തി. ഇന്ന് ഇന്ത്യയും ഒമാനും ചരിത്രപരമായ സ്വതന്ത്ര വ്യാപാര കരാറായ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഒപ്പുവയ്ക്കും. ഇന്ത്യയുമായി ദീർഘകാല സൌഹൃദം പുലർത്തുന്ന ചരിത്രപരമായ ബന്ധമുള്ള രാജ്യമാണ് ഒമാനെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമ പോസ്റ്റിൽ പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണത്തിന് സന്ദർശനം പുതിയ ഊർജ്ജം പകരുമെന്നും അദ്ദേഹം പറഞ്ഞു. ഒമാൻ സുൽത്താനേറ്റ് രാഷ്ട്രതലവൻ സുൽത്താൻ ഹൈതം ബിൻ താരിഖിന്റെ ക്ഷണപ്രകാരമാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം. മസ്കറ്റിലെ ഹോട്ടലിൽ എത്തിയ പ്രധാനമന്ത്രിക്ക് ഇന്ത്യൻ സമൂഹം ഊഷ്മളമായ സ്വീകരണം നൽകി. 2 ദിവസത്തെ സന്ദർശന വേളയിൽ ഒമാൻ സുൽത്താനെ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇരു രാജ്യങ്ങളിലെയും ബിസിനസ് നേതാക്കളെ അഭിസംബോധന ചെയ്യും. വിദ്യാർത്ഥികളുമായും ഇന്ത്യൻ സമൂഹവുമായും സംവദിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഇന്ത്യയും ഒമാനും ഇന്ന് സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിൽ ഒപ്പുവയ്ക്കും. ഒമാൻ സുൽത്താന്റെയും പ്രധാനമന്ത്രി മോദിയുടെയും സാന്നിധ്യത്തിൽ കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലും ഒമാൻ വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രി ഖായിസ് അൽ യൂസഫുമാണ് ചരിത്രപരമായ സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവയ്ക്കുന്നത്. ഇരു രാജ്യങ്ങളുടെയും വികസനത്തിൽ ഒരു പുതിയ അധ്യായമാകും കരാറെന്ന് ഇന്നലെ മസ്കറ്റിൽ ഒമാൻ ഇന്ത്യ ബിസിനസ് ഡയലോഗിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ശ്രീ പീയൂഷ് ഗോയൽ പറഞ്ഞു. Values, traditions, the rich culture that we share between Oman and India has been instrumental in bringing us to this very, very memorable and fateful day when before our two leaders, Kes and I, will have the privilege of executing the first free trade agreement Oman is going to sign with a country after 17 long years. മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമുള്ള റോസ്കാർ ആജീവിക മിഷൻ ബില്ലിന്മേലുള്ള ചർച്ചയ്ക്ക് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് ലോക്സഭയിൽ മറുപടി നൽകും. ഗ്രാമീണ മേഖലയിലെ കുടുംബങ്ങൾക്ക് 125 ദിവസത്തെ തൊഴിലുറപ്പാക്കുന്നതാണ് ബിൽ. ഗ്രാമീണ മേഖലയുടെ വികസനത്തിന് പുതിയ ചട്ടക്കൂട് സൃഷ്ടിക്കുന്നതിന് ബിൽ വഴിയൊരുക്കും. അതേസമയം വിവിധ ഇൻഷുറൻസ് നിയമങ്ങളുടെ ഭേദഗതി വിഭാവനം ചെയ്യുന്ന സബ്കാ ബീമ സബ്കി രക്ഷാ ഇൻഷുറൻസ് ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. വായു മലിനീകരണത്തിന്റെ പശ്ചാത്തലത്തിൽ ഡൽഹിയിൽ ഇന്നു മുതൽ നിയന്ത്രണം കർശനമാക്കും. കൃത്യമായ മലിനീകരണ നിയന്ത്രണ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത വാഹനങ്ങൾക്ക് ഇന്നു മുതൽ പെട്രോൾ പമ്പുകളിൽ ഇന്ധനം നൽകില്ലെന്ന് സർക്കാർ വ്യക്തമാക്കി. പെട്രോൾ പമ്പുകളിൽ ഗതാഗത വകുപ്പിന്റെ എൻഫോഴ്സ്മെന്റ് സംഘം പരിശോധന നടത്തും. കൂടാതെ ഡൽഹിക്ക് പുറത്തുനിന്നുമുള്ള BS6 അല്ലാത്ത സ്വകാര്യ വാഹനങ്ങൾക്കും ഇന്നു മുതൽ ദേശീയ തലസ്ഥാനത്തേക്ക് പ്രവേശനം അനുവദിക്കില്ല. ഇതിനായി 126 ചെക്ക് പോയിന്റുകളിൽ 560 പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട്. കേരളത്തിൽ SIRുമായി ബന്ധപ്പെട്ട് ഇന്നലെ വൈകിട്ട് 6 മണിയോടെ ഡിജിറ്റൈസ് ചെയ്ത ഫോമുകളുടെ എണ്ണം 2,78,48,827 ഉയർന്നതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു കേൽക്കർ. ഇത് മൊത്തം വിതരണം ചെയ്ത ഫോമുകളുടെ 99.99% ആണ്. ആലപ്പുഴ, തൃശൂർ, കണ്ണൂർ ഒഴികെ മറ്റെല്ലാ ജില്ലകളിലും 100% ഡിജിറ്റൈസേഷൻ പൂർത്തീകരിച്ചതായി അദ്ദേഹം അറിയിച്ചു. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായുള്ള വീട് തോറുമുള്ള വിവരശേഖരണ ഘട്ടം ഇന്ന് അവസാനിക്കും. ഡിസംബർ 23-ന് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. ഇതിലുള്ള പരാതികൾ ജനുവരി 22 വരെ സമർപ്പിക്കാൻ അവസരം ലഭിക്കും.
കേരളത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഈ മാസം 21-ന് സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേൽക്കും. ജില്ലാ പഞ്ചായത്തുകളിലും കോർപ്പറേഷനുകളിലും ജില്ലാ കളക്ടർമാരുടെയും ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും വരണാധികാരികളുടെയും മുൻപാകെ അതാത് തദ്ദേശ സ്ഥാപനങ്ങളിലെ മുതിർന്ന അംഗമാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അതേസമയം തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷ ഉപാധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് ഈ മാസം 26, 27 തീയതികളിൽ നടത്തും. ഒരു രാഷ്ട്രം ഒരു തിരഞ്ഞെടുപ്പ് നിയമങ്ങൾക്കായുള്ള സംയുക്ത പാർലമെന്ററി കമ്മിറ്റിയുടെ യോഗം ഇന്നലെ ന്യൂഡൽഹിയിൽ ചേർന്നു. ബിജെപി എംപി പി ചൌധരിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ 2024-ലെ ഭരണഘടനാ ഭേദഗതി ബില്ലും കേന്ദ്ര ഭരണ പ്രദേശ നിയമങ്ങൾ ഭേദഗതി ബില്ലും കമ്മിറ്റി പരിശോധിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. ഇന്ന് ന്യൂനപക്ഷ അവകാശ ദിനം. ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനും അവർ നൽകിയ സംഭാവനകളെ അംഗീകരിക്കുന്നതിനും അവരുടെ സംരക്ഷണത്തിനുമായാണ് ദിനാചരണം ലക്ഷ്യമിടുന്നത്. സാമുദായിക ഐക്യവും ദേശീയോദ്ഗ്രഥനവും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ദിനാചരണത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന പരിപാടി മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും. രാജ്യത്ത് സുസ്ഥിരവും ഉത്തരവാദിത്തമുള്ളതുമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച സ്വദേശ് ദർശൻ 2.0 പദ്ധതിയിലൂടെ കേരളത്തിന് ഇതുവരെ അനുവദിച്ചത് 182.86 കോടി രൂപയെന്ന് കേന്ദ്ര ടൂറിസം മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് പറഞ്ഞു. കുമരകം, ആലപ്പുഴ, മലമ്പുഴ എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ചുള്ള ടൂറിസം പദ്ധതികൾക്കാണ് തുക അനുവദിച്ചത്. ലോകാരോഗ്യ സംഘടനയുടെ 2ാമത്തെ പരമ്പരാഗത വൈദ്യശാസ്ത്ര ആഗോള ഉച്ചകോടിക്ക് ഇന്നലെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കമായി. ആഗോളതലത്തിൽ പരമ്പരാഗത വൈദ്യശാസ്ത്രം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ സുപ്രധാന നാഴികക്കല്ലാണ് 2016-ൽ ആരംഭിച്ച ഈ സംരംഭമെന്ന് ഉച്ചകോടിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ആയുഷ് മന്ത്രി പ്രതാപ് റാവു ജാദവ് പറഞ്ഞു. പരമ്പരാഗത വൈദ്യശാസ്ത്രത്തിൽ ഇന്ത്യയുടെ ദീർഘകാല പരിചയവും ഗവേഷണം, ഗുണനിലവാരമുള്ള മാനദണ്ഡങ്ങൾ, ആഗോള സഹകരണം എന്നിവ ശക്തിപ്പെടുത്തേണ്ടതിന്റെ പ്രാധാന്യവും അദ്ദേഹം എടുത്തു പറഞ്ഞു. भारत के आदरणीय प्रधानमंत्री श्री नरेंद्र मोदी जी के कुशल नेतृत्व में हमारी परंपरागत चिकित्सा पद्धतियों के संरक्षक और सूत्रधार आयुष मंत्रालय और WHO के बीच सहयोग 2016 से शुरू हुआ था. इसका एक बड़ा नतीजा 2024 में दिल्ली में ICD-11 मॉड्यूल 2 का लॉन्च था, जो आयुर्वेद, सिद्ध और यूनानी बीमारी के कोड को ग्लोबल हेल्थ क्लासिफिकेशन में जोड़ता है. പട്ടികവർഗ വികസന വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന 18 മോഡൽ പ്രീ സ്കൂളുകളിലെ ജീവനക്കാരുടെ ഓണറേറിയം വർദ്ധിപ്പിച്ച് സംസ്ഥാന മന്ത്രിസഭാ യോഗം. 7 സമുദായങ്ങളെ OBC പട്ടികയിൽ ഉൾപ്പെടുത്താനും മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി. 30ാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ 7ാം ദിവസമായ ഇന്ന് വെള്ളിത്തിരയിൽ എത്തുന്നത് പ്രേക്ഷക പ്രീതി നേടിയ 72 ചിത്രങ്ങൾ. അന്താരാഷ്ട്ര വിഭാഗത്തിൽ 2025 കാൻ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ പാം ദ ഓർ പുരസ്കാരം നേടിയ ഇറ്റ് വാസ് ജസ്റ്റ് ആൻ ആക്സിഡന്റ് ഉൾപ്പെടെ പ്രദർശിപ്പിക്കും. മലയാളം സിനിമ ടുഡേയിൽ ശേഷിപ്പ്, അന്യരുടെ ആകാശങ്ങൾ, സമസ്ത ലോക തുടങ്ങിയ സിനിമകളും പ്രദർശിപ്പിക്കും. മേള വെള്ളിയാഴ്ച അവസാനിക്കും. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 4ാം T20 മത്സരം ഉപേക്ഷിച്ചു. ഇന്നലെ രാത്രി ലക്നൌവിലെ ഏകാന സ്റ്റേഡിയത്തിൽ നടക്കേണ്ട മത്സരം കനത്ത മൂടൽമഞ്ഞിനെ തുടർന്നാണ് ഉപേക്ഷിച്ചത്. പരമ്പരയിൽ ഇന്ത്യ 2-1 മുന്നിലാണ്. 5ാമത്തെയും അവസാനത്തെയും മത്സരം നാളെ അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടക്കും. ചൈനയിലെ ഷാങ്ഹുവിൽ നടക്കുന്ന 2025-ലെ BWF വേൾഡ് ടൂർ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ പുരുഷ ഡബിൾസ് ജോഡികളായ സാത്വിക് സായിരാജ് രംഗിറെഡ്ഡി, ചിരാഗ് ഷെഡ്ഡി ഇന്ന് ഇന്തോനേഷ്യൻ ജോഡിയുമായി ഏറ്റുമുട്ടും. രാജ്യത്തെ പ്രതിനിധീകരിച്ച് സാത്വിക് ചിരാഗ് ഷെഡ്ഡി സഖ്യം മാത്രമാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒമാനിലെത്തി. സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവയ്ക്കും. ശൈത്യകാല സമ്മേളനം നടക്കുന്ന പാർലമെന്റിൽ റോസ്കാർ ആജീവിക മിഷൻ ബില്ലിന്മേലുള്ള ചർച്ചയ്ക്ക് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് ലോക്സഭയിൽ മറുപടി നൽകും. കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി വീട് തോറുമുള്ള വിവരശേഖരണം ഇന്ന് അവസാനിക്കും. വായു മലിനീകരണത്തിന്റെ പശ്ചാത്തലത്തിൽ ഡൽഹിയിൽ ഇന്നു മുതൽ കർശന നിയന്ത്രണം. മലിനീകരണ നിയന്ത്രണ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത വാഹനങ്ങൾക്ക് പെട്രോൾ പമ്പുകളിൽ നിന്ന് ഇന്ധനം നൽകില്ല. സാമുദായിക ഐക്യവും ദേശീയോദ്ഗ്രഥനവും പ്രോത്സാഹിപ്പിക്കുക എന്ന പ്രമേയത്തിലൂന്നി ഇന്ന് ന്യൂനപക്ഷ അവകാശ ദിനം. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം നാളെ അഹമ്മദാബാദിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 11 മണിക്ക്.